ഇന്നത്തെ ദിവസം അങ്ങനെ തുടങ്ങിയെന്നാൽ നോണിൽ ഞാനൊരു ഓർഡർ ചെയ്ത് അതും കണ്ട് വന്നിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. അതായത് ബ്രൗൺ ബ്രെഡും അതിൻ്റെ കൂടെ ഒരു പീനട്ട് ബട്ടറും കുറച്ച് പഴവും. ഇതാണ് ഇന്നത്തെ ഓർഡർ ഉണ്ടായത്. അങ്ങനെ ഇന്നത്തെ ഓർഡർ അതിൽ അവരത് കൊണ്ടുവന്ന് ഞാൻ അതെല്ലാം എടുത്തിട്ട് നേരെ ഇത് വെച്ച് കഴിഞ്ഞിട്ട് എന്താക്കി നേരെ എന്താക്കി. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇത് സാധനം കിട്ടിയാൽ നമുക്ക് അടുത്ത പരിപാടി ഫുഡ് കഴിക്കലാണല്ലോ. അങ്ങനെ നേരെ ഞാൻ എന്താക്കി ബ്രെഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. ബ്രെഡ് എടുത്ത് ഡയറക്റ്റ് കഴിക്കാൻ പറ്റില്ല, അതിനൊക്കെ എന്താക്കണം, നമുക്ക് പീനട്ട് ബട്ടർ വേണം. അങ്ങനെ പീനട്ട് ബട്ടർ ഇടാൻ വേണ്ടി ഞാനൊരു സ്പൂണും എടുത്ത് നേരെ എന്താക്കി അത് ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ ഇതെങ്ങാനും തുറക്കാൻ പറ്റുന്നുണ്ടാ? ഇത് തുറക്കാൻ കിട്ടണ്ടേ? ഇതൊരുമാതിരി ഇല പിടിച്ച് അണ്ണാണ് കണക്ക് ഒരുമാതിരി ഇതാക്കിയിരുന്നു. അവസാനം എങ്ങനെയല്ലോ തുറന്നിട്ട് ഞാൻ എന്താക്കി പീനട്ട് ബട്ടർ ബ്രെഡിൽ ഇങ്ങനെ തേക്കാൻ തുടങ്ങി. അങ്ങനെ തേച്ചോണ്ട് അതിൻ്റെ ഒരു കാര്യം എന്തെല്ലോ ചോദിച്ചുകൊണ്ടുണ്ട്. പക്ഷെ ഞാൻ എന്തൊക്കെ അതിന് മറുപടി പറഞ്ഞോണ്ട്. പക്ഷേ പീനട്ട് ബട്ടറൊന്നും ബ്രെഡൊന്നും തക്കിയിട്ടില്ല, കണ്ണെടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ബ്രൗൺ ബ്രെഡാണ്. അങ്ങനെ ബ്രൗൺ ബ്രെഡിൻ്റെ വീട്ടിൽ പീനട്ട് ബട്ടർ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് തിന്നുന്നു എന്തായിട്ടും. അങ്ങനെ ഞാൻ എന്താക്കി അതും തേച്ചിട്ട് 2 ബ്രെഡും അങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് നേരെ തിന്നാൻ തുടങ്ങി. അതിന് ശേഷം എന്താക്കി, നമ്മളെ കയ്യിലുണ്ടല്ലോ ഒരു ലോക്കൽ എയർപോർട്ട്. എല്ലാവരുടെ കയ്യിൽ ആപ്പിളിൻ്റെ ഒറിജിനലാണെങ്കിൽ നമ്മളെ കയ്യിലുണ്ട്. മൈക്കിലെ വോയിസ് റെക്കോർഡർ അയക്കാൻ പറ്റില്ല, പാട്ടെല്ലാം അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റും. അങ്ങനെ എന്താക്കി പാട്ടേക്കാവുന്ന സാധനം എടുത്ത് ചെവിയിലും വെച്ച് പാട്ടയച്ചു. അങ്ങനെ പണിയെല്ലാം ചെയ്ത് ഉച്ചയ്ക്ക് ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ നേരെ ഇറങ്ങി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ നേരെ പോക്ക് മെഗാ മാളാണ്. നമ്മളുടെ ഏറ്റവും വലിയ മാളെന്ന് ഐ തിങ്ക് എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് അങ്ങനെ നേരെ പോയത് മെഗാ മാളിലേക്കാണ്. അങ്ങനെ മുകളിലെത്തിയിട്ട് ഞാൻ എന്താക്കി ഇങ്ങനെ മെഗാ മാളിൽ കയറിയ ഒരു ആശ്വാസമാണ്. കാരണം എന്താ വെച്ചാൽ പുറത്ത് ഭയങ്കര ചൂടാണ്, ഉള്ളിലെത്തുമ്പോൾ നല്ല സുഖമാണ്. ഞാൻ നേരെ പോയി നിസ്കാരവും കഴിഞ്ഞ് ഓതി കുറച്ച് ഖുറാനിൽ ഓതി നേരെ അതിന് ശേഷം നേരെ വന്ന് റൂമിലേക്ക് കയറി. ആദ്യം കയറിയത് കിച്ചണിലേക്കാണ്. കിച്ചണിൽ കയറി ഉള്ളിയെല്ലാം മുറിച്ച് നേരെ ഇതാക്കി ഒരു ചെറിയൊരു മുട്ട ബുർജിയാക്കാൻ പരിപാടിയാണ്. അങ്ങനെ ബുർജി ഉണ്ടാക്കി, ചപ്പാത്തി ഉണ്ടാക്കി, ബുർജിയും ഇതും എടുത്ത് വെച്ച് അങ്ങനെ നേരെ ഫുഡ് കഴിച്ച്. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ വന്നത് എടുത്തേക്കാണ് റൂമിലേക്കാണ്. റൂമിലെല്ലാം ഓൾറെഡി ഉണ്ടായിരുന്നില്ല പറഞ്ഞൊക്കെ. റൂമിൽ നിന്ന് നേരെ പോയി വൈകുന്നേരം ആകുമ്പോൾ ആടെ കിടന്നിട്ട് നേരെ പോയി ഷോപ്പിൽ നിന്ന് നേരെ പോയി എന്താക്കി അസർ നിസ്കരിക്കാൻ പോയി. അങ്ങനെ നേരെ എന്താക്കി ഷോപ്പിൽ നിന്ന് ഒതോടുത്തിട്ടും വന്നിട്ട് നേരെ അസർ നിസ്കരിക്കാൻ വേണ്ടി കയറി. അസർ നിസ്കരിച്ച് കഴിഞ്ഞാൽ അവിടെ നേരെ എന്താക്കി നമ്മളെ പാകിസ്ഥാനിൻ്റെ ഒക്കെ ഒരു മാംഗോ ജ്യൂസ് ആടെ ഇരിക്കുന്ന ഒന്നുമുണ്ട്. ഓന് പൊറോട്ട ഇതൊന്നും തിന്നുന്നതാണെങ്കിൽ ഓനോട് മാംഗോ ജ്യൂസൊക്കെ വാങ്ങി തിന്നു. അങ്ങനെ ആ മാംഗോ ജ്യൂസും കുടിച്ച് ഞാൻ ഇരുന്നു. അങ്ങനെ പണിയെല്ലാം എടുത്ത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ മഗ്‌രിബ് കൊടുത്തു. നേരെ എന്താക്കി മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പോയി മെഗാ മാളിലേക്ക്. അങ്ങനെ മെഗാ മാളിൽ പോയി മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞ് നേരെ വന്നിട്ട് പിന്നെ ഷോപ്പിൽ പിന്നെ കുറച്ച് പണിയുണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് അങ്ങനെ ഇതായി. അപ്പോൾ ഇന്നത്തേക്കില്ല ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ബൈ.